बहारों फूल बरसाओ मेरा महबूब आया मेरा महबूब आया. എങ്ങനെ നന്നാവാതിരിക്കും ജമീല? ഹസത്ത് ജയപുരിയുടെ വരി, ശങ്കർ ജയകൃഷ്ണന്റെ സംഗീതം, റഫി സാബിന്റെ മനോഹരമായ ശബ്ദം. ഞാൻ ഒന്നുകൂടെ പാടാം. ഉസാറായിക്കണെന്ന് പറഞ്ഞില്ലേ, പിന്നെ നിർത്തിക്കൂടെ? നീ എന്നെ അഭിനന്ദിക്കുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്താ ഉള്ളത് ജമീല? നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പാട്ട് ഒരു ടേപ്പ് റെക്കോർഡിലാക്കിയിട്ട് ഇങ്ങോട്ട് തരി. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേക്കാലോ. അത്രക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിലേ റെക്കോർഡ് ആക്കണ്ട, നീ വിളിക്കുമ്പോ ഞാൻ ഇവിടെ വന്ന് പാടിയാ പോരെ? അത് വേണ്ട, റെക്കോർഡ് ആവുമ്പോ എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഓണാക്കിയാ മതിയല്ലോ. ഓ അങ്ങനെ. ഇന്ന് പാല് തീരെ കുറവമ്മ. ആടിന് തീറ്റ കൊടുക്കണ്ടേ? സ്വന്തം തീറ്റന്റെ കാര്യമല്ലാണ്ട് ആടിന്റെ തീറ്റയിൽ എന്റെ ബാപ്പയ്ക്ക് ഒരു താല്പര്യം ഇല്ലല്ലോ. മോളെ, ഇന്നത്തെ എന്റെ പാട്ട് ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായി. ബാപ്പന്റെ ശബ്ദം ഈ അടുത്തായിട്ട് നന്നായി വരുന്നുണ്ട്. ഈ പാറപ്പുറത്ത് ചിരട്ടിട്ട് വരയ്ക്കുന്ന പോലത്തെ ശബ്ദം അത് തന്നെ. ചെക്കനകത്തുണ്ട്, ഇതൊന്നും കേക്കാണ്ടിരുന്നാ മതിയായിന്. കേട്ടാൽ അവൻ എന്നെ പിടിച്ച് വിഴുങ്ങോ? ചെലപ്പോ മിണുങ്ങും. ഈ തേരെ മേരെ സപ്നന്റെ ഒക്കെ വാലി പിടിച്ച് കെട്ടാൻ പറ്റുമോ അവന്റെ സംഗീതത്തിന്? तेरे मेरे सपने अब एक रंग है वो जहां भी ले जाए रहे हम संग हैं. വാപ്പ മുഹമ്മദ് റാഫിന്റെ വലിയ ആരാധകനല്ലേ? ആ വാപ്പ എന്നെ ഓരെങ്ങനെ കൊലക്കല ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിലും ഇപ്പൊ ആർക്കറിയാം ഈ മുഹമ്മദ് റാഫിനെയൊക്കെ? ജമീല, റാഫി സാബിനെ തൊട്ട് കളിക്കണ്ട മോളെ. ബാപ്പയ്ക്ക് നന്നായി പാടാൻ പറ്റുന്ന വേറൊരു പാട്ടുണ്ട്. നിങ്ങൾ എത്ര വേണമെങ്കിലും പാടിക്കോളി. ഇനി അടുക്കളയിൽ വന്ന് പാടാൻ നിൽക്കണ്ട, നടക്കങ്ങോട്ട്. റഫി, നിക്കടെ റഫി. ഈ എവിടേക്കാ? റെക്കോർഡിംഗ് ഉണ്ട്. ഈർച്ചമില്ലല്ലോ. അപ്പൊ എനിക്ക് കഴിക്കാനൊന്നും വേണ്ടേ? കഴിച്ചെടുത്തോളൊക്കെ മതി. പുറത്തുനിന്ന് വെച്ചാൽ കടവും കൂടപ്പാടൊന്നുണ്ടാവില്ലല്ലോ. എന്നാ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, എന്റെ മുറി ആക്കെങ്കിലും വാടക കൊടുക്കാലോ. അത് ആലോചിക്കുന്നുണ്ട്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. തെമ്മാടി, അകത്തുള്ള എന്റെ ബാപ്പയല്ലേ, പുറത്തേക്ക് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്നോട് പറഞ്ഞിട്ടൊന്നല്ലോ വാപ്പ പുറത്തേക്ക് പോണത്. റഫി, ബാപ്പയും മോനുമാണ്, അത് ഈ മറക്കണ്ടാട്ടോ. എന്നോട് പറഞ്ഞിട്ടൊന്നല്ലോ വാപ്പ എന്റെ ബാപ്പയും. ബാപ്പയ്ക്ക് ലോകത്തൊരു സംഗീതമുള്ളൂ, മുഹമ്മദ് റാഫി. എന്റെ സംഗീതത്തോടാണ് ഭയങ്കര പുച്ഛം. റഫി മുഹമ്മദ് എന്നുള്ള ഈ പേരുണ്ടല്ലോ, ഞാൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് മാറ്റാൻ പോവാ. ഈ അടുത്ത് മരിച്ചുപോയ പടിഞ്ഞാറിൽ ഒരാളില്ലേ, അയാളെ പേരിട്ടോ നസ്മൂസ. അങ്ക് നന്നായി ചേരും. കുറച്ച് കാലായല്ലോ ഈ പ്രാന്ത സംഗീതമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഈ വീട്ടിലേക്ക് ഒരു മൊട്ട് സൂചികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വരും പറഞ്ഞിട്ടുണ്ട്, ഒരു 1/2 കിലോ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കൂടി ആയിക്കോട്ടെ. ഡബിള് പോളേട്ടാ. ആ ജോസേട്ടൻ, എല്ലാരും ഉണ്ടല്ലോ. ഇന്ന് രാവിലെ ആരുടെ വിധിയാണാവോ? എന്താ സേവരെ, നീ പുതിയ കടയൊക്കെ തുടങ്ങാൻ പോകുന്നത് കേട്ടാർന്നല്ലോ, ശരിയാണോ? കടയൊന്നും അല്ല സേതാലിക്ക, പിന്നെ ഒരു ഓഫീസാ, ചെറിയൊരു പരിപാടിയാ. അല്ല, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? ഒരു 2 കൊല്ലത്തിനുള്ളിൽ നടക്കുവോ? ഇവൻ ഇനി കാണാൻ കേരളത്തിൽ പെണ്ണൊന്നും ബാക്കിയില്ല. അത് ശരി. കളിയാക്കണ്ട, എന്നെ കെട്ടാൻ ഭാഗ്യമുള്ള പെണ്ണ് ഈ നാട്ടിലെങ്ങും ഇല്ലാന്ന് അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഓ എന്ന്. അതെ, ഒരു കാര്യം കൂടി എനിക്ക് അങ്ങോട്ട് ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ പെണ്ണ് കാണൽ പരിപാടി ഞാൻ അങ്ങോട്ട് നിർത്തി. അത് നന്നായി, അല്ലെങ്കിൽ നിന്റെ തടി ഇനിയും കൂടും. എന്ത് സംഭവാ തുടങ്ങിയത്? ഞാൻ പുതിയൊരു സൈറ്റ് തുടങ്ങി. 10,000 പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഇപ്പം എൻ്റെ പക്കലുണ്ട്. അത് വെച്ച് ഞാനൊരു സംരംഭം അങ്ങോട്ട് തുടങ്ങി. സേവിയേഴ്സ് ടൈം. സേവിയേഴ്സ് ടൈമോ? സേവ് യുവേഴ്സ് ടൈം. സമയം കളയാതെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പുത്തൻ സൈറ്റ്. ഭയങ്കര. അതുകൊണ്ട് നിന്റെ കല്യാണം നടക്കുമോ? പിന്നില്ല സേതാലി, രജിസ്റ്റർ ചെയ്യാൻ വരുന്നതിൽ നല്ല കേസ് ഞാൻ അങ്ങോട്ട് പൊക്കും. കമ്മീഷൻ ലാഭിക്കാലോ. പിന്നെ ഈ ആടൊക്കെ അങ്ങോട്ട് വന്നു കയറിയ നല്ലൊരു വരുമാനവും. അതെ, ഞാൻ ഒരെണ്ണം തുടങ്ങാനിരുന്നതാ. ഇനിയിപ്പൊ അത് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. ആടോ? ഈ ആടെന്നൊക്കെ പറയുമ്പോ
ആ ആടല്ല ഈ ആട്. ഓ കഷ്ടം. നഗരത്തിൽ വീണ്ടും കുന്തം. ബിനി പീഡനക്കേസിലെ പ്രതിയെ കുന്തം കൊലപ്പെടുത്തുന്ന വീഡിയോ വാട്സപ്പിൽ. പോലീസ് പരക്കം വായി. അല്ല സീതാലിക്ക, ഈ കുന്ത ആരായിരിക്കും? ഇവരുടെ നമ്പർ വല്ലതും കിട്ടുമോ? പിന്നെ അവരിവിടെ ദിവസേന വന്ന് ചായ പിടിച്ചു പോണ ടീമല്ലേ. നീ ഒന്ന് പോടാ സേവരെ. അല്ല നിനക്ക് എന്നാത്തിനാ കുന്തത്തിന്റെ നമ്പർ? എന്റെ പൊന്നു സീതാലിക്ക, സംഗതി അവരൊരു ഉഗ്രൻ ടീമാ. ഇവരുടെ ആട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ നമ്മുടെ സൈറ്റിന് അതൊരു ഉഗ്രം ബൂസ്റ്റപ്പ് ആവും. നീ വേണ്ടാത്ത പണിക്ക് നിക്കണ്ടോ. ഒരാടിനെ പിടിച്ച് കുന്തോന്ന് എഴുതി സൈറ്റിൽ കെട്ടിയിട്ടാ മതി, സംഗതി ഉഷാറ. അത് നന്നായിരിക്കും. അപ്പൊ കാണാം. ഹലോ, ആ കുഞ്ഞച്ചൻ ചേട്ടോ, നാളെ പോയിട്ട് കാണാം. ആ റസിയ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഭയങ്കര തിരക്കിലല്ലേ. ആകെ മൊത്തം കുന്തം, ആകെ മൊത്തം കുന്തമാണെന്ന്. ദേ കുഞ്ഞിന്റെ കയ്യിൽ വരെ കുന്തം ബാൻഡാന്ന് ഞാനിവിടെ പറഞ്ഞതാന്ന്. ആ റസിയ, ഞാനിവിടെ പുതിയൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടെന്ന്. ആഹാ, ഭയങ്കര കച്ചവടമല്ലേ. ആ കുറച്ചുനാൾ ഇതിലൊന്ന് പിടിച്ചു നിൽക്കണം. ഞാൻ പോട്ടെ, ഭയങ്കര തിരക്കല്ലേ എനിക്ക്. അപ്പൊ കാണാം. ശരി, ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാട്ടോ. ഇനി ചേട്ടൻ ഇതങ്ങോട്ട് വായിക്ക്, അതിങ്ങോട്ട് തന്നെ. ആ, കുട്ടികളെല്ലാവരും ഹാജരായിട്ടുണ്ടല്ലോ. എല്ലാരും ഉണ്ട്. ആ സൈതാലിക്ക, ദാ നിങ്ങളുടെ മൊബൈല് പുത്തനാക്കിയിട്ടുണ്ട്. അല്ലാ, ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നിട്ടാ 2 ദിവസമായിട്ട്. ആ പിന്നെ റസിയ, നമ്മുടെ സേവിയറിനെ കുന്തത്തിന്റെ നമ്പർ വേണം. വല്ല രക്ഷയുണ്ടോ? നമ്പരൊക്കെ തരാം, പക്ഷേ കമ്മീഷൻ വേണം. പറ്റുമോ? വേണ്ട. ഓ വേണ്ടേ? അയ്യോ, ഞാൻ മറന്നു. ഞാൻ പോട്ടെ. അല്ല ഇതിന് കാശ് വേണ്ടേ? അതൊക്കെ പിന്നെ മേടിച്ചോളാം. ആണോ? ഹലോ ഹലോ, റോങ് നമ്പർ. റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ ഉള്ളൂ. സോറിടാ. പോ, നമുക്ക് പോ. സ്കൂളെത്തി ഇറങ്ങിക്കോ. ബാഗ് എടുത്തോ. ബൈ ബൈ. ഓക്കേ ആന്റി, ബൈ. പോട്ടെ. ദേ ദേ, ഓ മറന്നു. താങ്ക് യു ആന്റി, ബൈ. ബൈ. ആ റസിയ, നീ അറിയോ കുന്തത്തെ? അവരുമായി ബന്ധപ്പെടാനുള്ള നമ്പറോ അഡ്രസ്സോ മറ്റോ? ആ, ടീച്ചറും കുന്തം ഫാനാണല്ലേ? അതൊന്നുമല്ല, നീ പറ. ഒരു വഴിയുണ്ട്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാ മതി, കുന്തം പറന്നു വരില്ലേ? ആണോ? എന്താ കാര്യം? അതൊക്കെ ഉണ്ട്. എന്നാ ശരി, നീ പൊക്കോ. എന്നാ ശരി. ആ അത് ഇന്ന് തന്നെ ടോക്കൺ അടിക്കാ. ആ ഓക്കെ. അതെ, ഒരു ചായ. ആ പിന്നെ ആ അന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു 20 സെന്റ് സ്ഥലവും വീടും, അത് ഞാൻ ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് പോയല്ലോ സൈതാലിക്ക. അത് ദുബായിലുള്ള ജോസുട്ടൻ അഡ്വാൻസ് കൊടുത്തില്ലേ? അത് പോയാ? ഹേയ്, ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരണേ. അതും പോയി. രണ്ട് ടീ. കുന്തം പൊരിച്ച് റേപ്പിസ്റ്റുകളെ പൊക്കി നൈസായി പൊള്ളണം. കുന്തം ഫ്രീക്കാട്ടാ. ആ ചായ എന്താണത്? കുന്തം ബലാത്സംഗ വീരനെ കൊല്ലുന്ന വീഡിയോ. അപ്പൊ പുതിയ വീഡിയോ ഇറങ്ങിയോ? പത്രത്തിന് ന്യൂസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ എന്തിനൊരു കുന്തം? ഇവിടെ പോലീസ് നിയമമൊക്കെ ഉള്ളതല്ലേ? ആ അത് ടോമിച്ചൻ പറയരുത്. കുന്തം ജനങ്ങൾക്ക് നന്മയെ ചെയ്യുന്നുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞപ്പോ കുന്തം ഫാനാ. പൂമ്പാറ്റകളെ പോലെ പാറി പറന്ന് നടക്കുന്ന കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നു കളയുന്നവരെ നമ്മളൊക്കെ ചെയ്യാൻ കൊതിക്കുന്നതാ ഈ കുന്തം ചെയ്തുകൊണ്ടിരിക്കുന്നേ. അവൻ ആൺകുട്ടിയാ. നിയമം അവരെ പിടിച്ചുകൊണ്ടുപോയി 5-6 കൊല്ലം ജയിലിലിട്ട് തീറ്റി പോറ്റി ഒടുവിൽ തെളിവില്ല, പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ വിടുമല്ലോ. അവിടെയാണ് കുന്തത്തിന്റെ പ്രസക്തി. ശരിക്കും പറഞ്ഞാലേ കുന്തം ഉള്ളത് നല്ലതാ. അവര് നല്ലവരാ ടോമിച്ച, അവര് നല്ലവരാ. ഒന്നോർത്ത നല്ലതാ.
ബലാത്സംഗത്തിന് വധശിക്ഷ തന്നെ വേണം. ചെയ്താലിക്ക കട്ട ഫാനാണോ? ആ നിങ്ങൾ അറിയോ കുന്തത്തെ? ഇനിയിപ്പം നിങ്ങളാണോ കുന്തം? അല്ല, പുള്ളി ഇതിനു മുമ്പ് ഒന്നും കണ്ടിട്ടില്ല ഇവിടെ. സൈതാലിക്ക ആ ആ ടിവിയുടെ റിമോട്ട് ഒന്ന് എടുത്തു. റിമോട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ലേ